നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് പൈനാപ്പിൾ ജാമാണ്. അതിന് വേണ്ട എല്ലാ സാമഗ്രിയും ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതുണ്ട് പൈനാപ്പിൾ, ഒരു 6 പൈനാപ്പിൾ എടുത്ത് ചെറിയ നല്ലപോലെ പുറം നന്നായി ചെത്തണം. ബ്രൗൺ കളറുള്ള മുള്ളു പോലെല്ലാം പോകണം. ഇത് നന്നായി ചെത്തിയിട്ട് കഷ്ണങ്ങളാക്കി മിക്സിയിൽ കുറച്ച് പേര് അരച്ചെടുത്തതാണിത്. വെള്ളം ഒട്ടും ചേർക്കരുത്, വെള്ളം അരച്ചതാണ്. അതിനിപ്പോൾ നമ്മൾ ഈ ഉരുളിയിലേക്ക് റെഡിയാക്കാൻ പോവാണ്. ഉരുളിയിലേക്ക് ഒഴിക്കുവാണ്. അപ്പം നന്നായിട്ട് അരയണം. അത് പൈനാപ്പിൾ ചെത്തുമ്പോൾ അതിന് നടുക്കുള്ള കുഞ്ഞി പോന്ന് പറയുന്ന സാധനമുണ്ടല്ലോ, കനമുള്ള അത് കുറച്ച് ചെത്തി കഴിഞ്ഞിട്ട് കഷ്ണങ്ങളായിട്ട് അരച്ചാൽ മതി. അപ്പോൾ ഒന്നുകൂടെ നൈസാവും. അപ്പോൾ ഞാനൊരു 6 പൈനാപ്പിളാണ് അടിച്ചിരിക്കുന്നത്. അപ്പോൾ പൈനാപ്പിളിൻ്റെ നല്ല പഴുത്ത സമയമായതുകൊണ്ട് നല്ല ജ്യൂസായി നല്ല ഇതായിട്ട് ജാം ഉണ്ടാക്കാൻ നല്ല പറ്റിയൊരു സമയമാണ്. ഇത് നമ്മൾ തീ കത്തിക്കുക. ചെറുതായിട്ട് തീ കത്തിച്ചിട്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. തീ കൂടാനും പാടില്ല. ഒരു ചൂടായി തുടങ്ങുമ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കം നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കും. ഒരുമാതിരി ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്തേക്ക് പഞ്ചസാര ഇടണം. പഞ്ചസാര എന്ന് പറയുമ്പോൾ ഒരു കിലോ 6 പൈനാപ്പിളാണ്. ഇപ്പോൾ ഒരു കിലോ അടുത്ത് പഞ്ചസാര എന്തായാലും കുറച്ചിട്ട് കഴിഞ്ഞിട്ട് നമ്മളിത് ഇളക്കിയിട്ട് ടേസ്റ്റ് ഒന്ന് നോക്കണം. അപ്പോൾ ആ മധുരം നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ അത് കണക്കാക്കിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരുമാതിരി തിളയ്ക്കുന്ന പോലെ വന്നു കഴിഞ്ഞിട്ട് പഞ്ചസാര ചേർത്താൽ മതി. അതുവരെ ഇതിങ്ങനെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. കുറച്ച് പണിയുണ്ട്. കുറച്ച് സമയം ഇളക്കൽ നന്നായില്ലെങ്കിൽ കരിഞ്ഞ പൈനാപ്പിളിൻ്റെ ജാമിൻ്റെ ടേസ്റ്റ് എല്ലാം പോകും. അപ്പോൾ ഇതിങ്ങനെ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. അടിയിലൊട്ടും പിടിക്കാൻ പാടില്ല, വെള്ളം ഒട്ടും ചേർക്കാൻ പാടില്ല. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. ഇച്ചിരി നേരം ഇളക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പൈനാപ്പിള് സുലഭമായി കിട്ടുന്ന സമയമായിരുന്നു. ഞാൻ ഇവിടെയുള്ള പൈനാപ്പിൾ തന്നെയാണ് 6 പൈനാപ്പിൾ എടുത്തു. അതിന് വേണ്ട പഞ്ചസാര ഞാനിപ്പോൾ ചേർക്കും. ചൂടായി കഴിഞ്ഞിട്ട് പഞ്ചസാര ചേർക്കുന്നത്. അപ്പം ചെറിയ കഷ്ണങ്ങളായിട്ട് തൊലി നന്നായി ചെത്തുക. മുള്ളു പോലെ ബ്രൗൺ കളർ പോലെ കാണുന്ന എല്ലാം നന്നായി ചെത്തി ഇച്ചിരിയൊക്കെ ഇരുന്നാൽ കുഴപ്പമില്ല. എല്ലാം നന്നായി ചെത്തിയിട്ട് നടുക്കത്തെ കൂഞ്ഞീവ് എന്ന് പറയുന്ന സാധനം കുറച്ച് മുറിച്ച് കളഞ്ഞിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മിക്സിയിൽ പല പ്രാവശ്യം അടിച്ചെടുത്താണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് കുറച്ച് നേരം ചൂടാകണം. ചൂടായി കഴിയുമ്പോൾ പഞ്ചസാര ചേർക്കും. ഇനിയിപ്പോൾ ഇത് ഒരുമാതിരി നല്ല തിളക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. തിളക്കാറായി വരുന്നുണ്ട്. ഇത്ര സാധനം ഉള്ളതുകൊണ്ട് തിളക്കാൻ ഇച്ചിരി താമസിക്കും. ഇനി ഇത് തിളക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഒരു കിലോയോളം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നോക്കാം. നമുക്ക് ഒന്ന് ഇളക്കി നോക്കാം മധുരത്തിൻ്റെ എങ്ങനെയാണ്. പഞ്ചസാര നമ്മൾ ഇട്ടിട്ട് ഇളക്കി നോക്കാം. മധുരം ഇല്ലെങ്കിൽ എല്ലാം മിക്സ് ചെയ്ത് കഴിയുമ്പോൾ മധുരം ഉണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ
നല്ല ഇളക്കിക്കൊണ്ടിരിക്കണം. പഞ്ചസാര അടിയിലൊന്നും കഴിക്കാൻ പാടില്ല. അപ്പം പഞ്ചസാര ഇതെൻ്റെ ഒന്ന് അടുത്ത് കഴിയുമ്പോൾ പഞ്ചസാരയുടെ ടേസ്റ്റ് ഇതിൻ്റെ ടേസ്റ്റ് നല്ലതാണെങ്കിൽ അത്രയും പഞ്ചസാര മതി. അതാണ് ഞാൻ നോക്കുന്നത്. അളന്ന് കഴിച്ചാൽ എനിക്ക് ശരിയാവില്ല. അപ്പം ഞാൻ ഇങ്ങനെ ഇട്ടിട്ട് മധുരം കുറവാണ് കുറച്ചുകൂടി ചേർത്ത് തന്നത് ഇളക്കണ്ടത്. പഞ്ചസാര അടുത്ത് കഴിഞ്ഞിട്ട് നോക്കാവുള്ളൂ. നമ്മൾ ഇളക്കുമ്പോൾ ഇതിൻ്റെ അടിയിലൊരു പഞ്ചസാരയുടെ ഇങ്ങനെ കേൾക്കാം, ശബ്ദം കേൾക്കാം. അത് അടുത്ത് വന്ന് കഴിയുമ്പോൾ ഈ തൊട്ട് ടേസ്റ്റ് നോക്കുമ്പോൾ അറിയാം പഞ്ചസാര ജാമിന് കറക്റ്റാണ്. ഒരുമാതിരി പഞ്ചസാര എല്ലാം അടുക്കും. ഉണ്ടാക്കി പോലെ ഒഴിക്കുമ്പോൾ അറിയാം പഞ്ചസാര കഷ്ണമായിട്ട് ചേർക്കുന്നത്. അപ്പോൾ അടുക്കുന്നുള്ളതാണ് പഞ്ചസാര. ഇനി ഒരു ചകലം ടേസ്റ്റ് നോക്കി അറിയാം. അപ്പോൾ കുറച്ചുകൂടി പഞ്ചസാര ചേർത്താലേ ശരിയാകും. അപ്പോൾ കുറച്ചുകൂടി പഞ്ചസാര നമ്മളങ്ങ് ചേർത്താൽ മതി. അപ്പോൾ ഒരു 1.5-2 കിലോ അടുത്ത് 6 പൈനാപ്പിളാണ് 2 കിലോ അടുത്തൊക്കെ പഞ്ചസാര വേണ്ടി വരും. എന്നാലാണ് നല്ല മധുരം. ജാമിന് മധുരം ഇല്ലെങ്കിൽ ഒന്നുമില്ല. ഇനി തുടർച്ചയായിട്ട് തന്നെ ഇളക്കണം. ഇളക്കി കുറച്ച് നല്ല തിളച്ചിങ്ങ് വരുമ്പോഴത്തേക്കും വളരെ തീ കുറച്ചിട്ടിടണം. തീരെ സ്ലോയിലുള്ള ചൂട് മതി. ഇപ്പം നല്ല ടേസ്റ്റായി, മധുരം നല്ല ടേസ്റ്റായി. സാധനം കൂടെ ഇടുവാന്ന് വെച്ചാൽ ജാമൻ ഇതിനകത്തേക്ക് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ 2 കറുവപ്പട്ട ലാസ്റ്റ് എടുക്കണം. പക്ഷെ 2-3 ചെറിയ കറുവപ്പട്ട, ഒരു 4 ഏലക്ക, അതിനകത്തെ കാ മാത്രം, പിന്നെ 2-3 ഗ്രാമ്പു ഇടുന്നുണ്ട്. നാരങ്ങ ലാസ്റ്റ് നമുക്ക് ഒഴിക്കാം. ഇപ്പം ഇതിൻ്റെ ചേരുവകളെല്ലാം തന്നെയായി. ഇനി എന്താണെന്ന് വെച്ചാൽ ആ മധുരത്തിനൊരിത്, പുളിയൊക്കെ ഉള്ളതിനൊരിത് വരാൻ വേണ്ടിയിട്ട് ലേശം ഉപ്പും കൂടെ ആഡ് ചെയ്യുന്നത്. ഇത് ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി. ചിലർ അതിനകത്ത് പനീരൊക്കെ ചേർക്കും. പക്ഷെ നമ്മളതൊന്നും ചേർക്കുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. ഇച്ചിരി ഉപ്പ് ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട്, ആ പുളിയൊന്ന് കോമ്പിനേഷൻ ആകാൻ വേണ്ടിയിട്ട് ശകലം ഉപ്പ്. ഇതൊന്നും ചേർക്കണ്ട. ഇനി ലാസ്റ്റ് വാങ്ങുന്നതിന് മുമ്പായിട്ട് ശകലം നാരങ്ങ കഴിക്കണം. ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നാൽ ഇളക്കി കുറേ കഴിയണം എന്ന് പരുവത്തിലാകണമെങ്കിൽ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ചേരുവകളും സാധനങ്ങളും. ഇങ്ങനെ ഇളക്കി അടി പിടിക്കാതെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഒരു ഒഴിക്കുമ്പോൾ തന്നെ ഒരു ശേലായി വരുന്നുണ്ട്. ഇച്ചിരി താമസമുണ്ട്. എന്നാലും ഉണ്ടാക്കിയാൽ നമുക്ക് ഒന്നും ചേർക്കാത്ത നല്ല ജാമ അമ്മൻ്റെ വീട്ടിലുണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ്. ഇച്ചിരി ബുദ്ധിമുട്ടിയാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ലാസ്റ്റ് ഇച്ചിരി ഇതാണ്. അപ്പോൾ അതിന് കുറേ നേരം ഇളക്കണം. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ തിളച്ച് ഒത്തിരി നേരം തിളച്ച് പറ്റിക്കണം. ഇതുണ്ടോ, പറ്റിയിട്ടില്ല. അതിൻ്റെ മഞ്ഞക്കളർ ഒന്നുകൂടെ മാറണം, നല്ല ബ്രൗൺ കളർ പോലെ ആകണം. അപ്പോൾ കുറച്ചുകൂടെ പറ്റുന്നുണ്ട്.
ആരും ഇളക്കിക്കൊണ്ടിരിക്കുകയെന്ന് മാത്രമേ ഉള്ളൂ. ഇളക്കുന്നതിൻ്റെ അടുത്ത് നമ്മൾ കൊച്ചുങ്ങളെ വരെയും കൊണ്ടുവന്ന് നിർത്തരുത് കേട്ടോ. ആരെങ്കിലും അവസ്ഥ കൈ തട്ടിയാൽ ആ ദേഹത്ത് ചാടുന്നോളം പൊളിഞ്ഞ് പറഞ്ഞിങ്ങ് വരുള്ളൂ. അത്രയ്ക്ക് ശക്തിയിൽ തളിച്ചുകൊണ്ടിരിക്കുന്ന കുഴമ്പ് പോലെ ഇരിക്കുന്നതുകൊണ്ട് വലിയ റിസ്ക്കാണ്. സൂക്ഷിച്ചൊക്കെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞാൻ നല്ലതൊക്കെയാണ്, പക്ഷേ വളരെ ശ്രദ്ധയോടെ എനിക്ക് ഇളക്കം നിർത്താൻ പറ്റില്ല. തിളച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് കരിയും അടിയിൽ കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് ഇളക്കിക്കൊണ്ട് ഒരു കുറച്ച് സമയം കൂടെ കഴിയുമ്പോഴത്തേക്ക് ഒക്കെ ആകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇത് ഏകദേശം ഒരു പരുവായി വരുന്നുണ്ട്. ഉണ്ടോ, ഒഴുപ്പായി തുടങ്ങി. ഇനി ഇതിപ്പോൾ ഒരു പുടുപുടുപുടോ ഒന്ന് പൊട്ടുന്നുണ്ട്. അതിനകത്ത് വെള്ളം ഉള്ളത് പൊട്ടിപ്പോകുന്നതാണ്. നമ്മൾ എണ്ണയ്ക്കകത്തൊക്കെ വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ ചൂടാകുമ്പോൾ ചട്ടിയിൽ ഒഴിക്കുമ്പോൾ ഇട്ടോ ഒന്ന് പൊട്ടുന്നതൊക്കെ എന്നപോലെ ഇതിൻ്റെ അടിയിൽ പറ്റി വരുമ്പോൾ അടിയിലുള്ള വെള്ളം ഇങ്ങനെ പൊട്ടിപ്പൊട്ടി പോകും. ഏകദേശം പാകമാകാറായി എന്നുള്ളതാണ്. ഇതിനകത്തേക്ക് നമുക്ക് നാരങ്ങ നീര് ഒഴിക്കാം. ഒരു അരനാരങ്ങയാണ് എടുത്തേക്ക്. നാരങ്ങ നീര് ഒഴിക്കുന്നതിൽ ഒരു എസൻസ് ഒഴിക്കുന്നതിൽ ഒരു ഫ്ലെയിം എന്നുള്ള ഇതുള്ളൂ. അരമുറിയാണ് വെച്ച് ഇളക്കാം. സൂപ്പർ ഇളക്കാണ്. നല്ല കുഴമ്പുപോലെ ആകുന്നുണ്ട്. പക്ഷെ ഇച്ചിരി കൂടെ ആയാലും കുഴപ്പമില്ല, ഇച്ചിരി പറ്റിയാലും കുഴപ്പമില്ല. പിന്നെ തീ കുറച്ച് വെച്ചേക്കുകയാണ്. നല്ല ഫ്ലെയിമിലിട്ടാണ് ഇപ്പം ഞാൻ ഇളക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ കൈവിടാതെ ഇളക്കിക്കൊണ്ട് ഇപ്പം ഇത് ഏകദേശം പാകമായി നല്ല ബ്രൗൺ കളറായി. ആദ്യം നല്ല മഞ്ഞ കളറിലിരുന്ന സാധനമായിരുന്നു ഇപ്പം ജാമിൻ്റെ കളറിലായിട്ടിരിക്കുന്നത്. ഇന്നത്തെ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. ഇനി ഇതിനകത്ത് നമ്മൾ ഇട്ടിരുന്ന തൊലിയൊക്കെ വേണമെങ്കിൽ എടുത്ത് കളയാൻ പറ്റും. കറുവപ്പട്ടയുടെ തൊലി ഇട്ടിരുന്നത്, കറുവപ്പട്ടയുടെ 2 തൊലി ഇട്ടായിരുന്നത് എടുത്തുള്ളത്. ആറുമ്പോൾ എടുത്ത് വന്നതിനും മതി. ഇപ്പോൾ ഇത് നിർത്തിയാൽ മതി. ചുരുളി ആയതുകൊണ്ട് ഇതിനകത്ത് ചൂടുകൊണ്ട് തന്നെ കുറേ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ജാം എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ബ്രെഡിനും ചപ്പാത്തിക്കൊക്കെ കൂട്ടി തിന്നാൻ നല്ല ടേസ്റ്റാണ്. ഇനി ഇതിവിടെ ഇരുന്ന് കുറച്ചുകൂടെ പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആവശ്യത്തിന് പാത്രത്തിൽ ഇങ്ങനെ വെച്ച് വെക്കുക. നല്ല തണുത്തിട്ട് പാത്രത്തിൽ, നല്ല എയർടൈറ്റ് പാത്രത്തിലാക്കി വെച്ചു. അപ്പോൾ ഇത് പാകമായി, ഇത് സൂപ്പറായി. ഇത് ഞാൻ തുള്ളിയിലിരുന്ന് കുറച്ച് പറ്റിപ്പോഴും. അത് കഴിഞ്ഞിട്ട് തണുത്തിട്ട് വേണം ഉണ്ടാക്കാൻ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും ചെയ്യണം.